ക്ഷമയും താഴ്മയും ഉണ്ടെങ്കിൽ നമ്മെ അത് വിജയത്തിലെത്തിക്കുമെന്ന് നേരിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ് സെനഗൽ താരം സാദിയോ മാനെ. ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് സെനഗലും മൊറോക്കയും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിനിടെയാണ് ഫുട്ബോൾ ലോകം അടുത്തൊന്നും കാണാത്ത രംഗങ്ങൾ അരങ്ങേറിയത്. ഗോളൊന്നും നേടാത്ത ഇരു ടീമുകളും വാശിയേറിയ മത്സര പോരാട്ടം കാഴ്ചവെക്കുമ്പോഴാണ് 92-ാം മിനിറ്റിൽ വന്ന സെനഗലിന്റെ ഗോൾ റഫറി അനുവദിച്ചു കൊടുക്കാതിരുന്നത്. പിന്നീട് 98-ാം മിനിറ്റിൽ മൊറോക്കോയ്ക്ക് കിട്ടിയ പെനാൽറ്റി റഫറി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ പെനാൽറ്റി അനുവദിച്ചത് റഫറിയുടെ തെറ്റായ തീരുമാനമാണെന്ന് ചൂണ്ടിക്കാട്ടി സെനഗൽ കോച്ച് രംഗത്തെത്തുകയും തന്റെ കളിക്കാരെ ഗ്രൗണ്ടിൽ നിന്ന് തിരികെ വിളിക്കുകയും ചെയ്തു. 15 മിനിറ്റ് സ്തംഭിച്ച കളി ഗ്രൗണ്ട് വിടാതെ അവിടെ തന്നെ തുടർന്ന സാദിയോ മാനെ തങ്ങളുടെ കളി കാണാൻ വന്ന ആരാധകരുടെയും മറ്റുള്ളവരുടെയും വികാരം മനസ്സിലാക്കി അദ്ദേഹം തന്നെ തന്റെ സഹകളിക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് തിരികെ വിളിച്ചു കൊണ്ടുവന്ന് വീണ്ടും കളി പുനരാരംഭിച്ചു. ഫുട്ബോൾ ലോകം സാദിയോ മാനെ ചെയ്ത ഈ ക്ഷമയോടെയുള്ള നീക്കത്തിന് വലിയ കയ്യടിയാണ് നൽകുന്നത്. ശേഷം 112-ാം മിനിറ്റിൽ മൊറോക്കോയ്ക്ക് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യം വെച്ച ബ്രഹീമിനെ ആകെ പിഴച്ചു. എക്സ്ട്രാ ടൈമിന്റെ 4-ാം മിനിറ്റിൽ പാപ്പേഗയെ സെനഗലിന് നേടിക്കൊടുത്ത ആ മനോഹരമായ ഗോളിലൂടെ അവർ ലക്ഷ്യം കണ്ടു. 2026 ആഫ്രിക്ക കപ്പ് സെനഗലിന് സ്വന്തം. ബാക്കിയുള്ള കുറച്ച് സമയം ഒന്നുകിൽ പൊരുതി തോക്കാം അല്ലെങ്കിൽ പൊരുതി വിജയിക്കാമെന്ന ആത്മവിശ്വാസത്തോടെ തന്റെ ടീമിനെ ഗ്രൗണ്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന സാദിയോ മാനെ തന്നെയാണ് ഈ കളിയുടെ താരം.